ഭരിക്കാൻ അറിയില്ലെങ്കിൽ സിനിമാ നടന്മാർ രാഷ്ട്രീയം കളിക്കാൻ ഇറങ്ങരുത് എന്ന് പറയുന്നത് വെറുതെ ഒന്നുമല്ല. തമിഴ്നാട്ടിൽ ജനങ്ങൾ കുടിവെള്ളമില്ലാതെ കാവേരി പ്രശ്നത്തിലും പണപ്പെരുപ്പത്തിലും ശ്വാസം മുട്ടുമ്പോൾ നാടിന്റെ പ്രതിപക്ഷ നേതാവിനെ പാതിരാത്രിയിൽ പോലീസിനെ വിട്ട് പൊക്കിയെടുത്ത് പൂട്ടിയിരിക്കുകയാണ് സാക്ഷാൽ ഭരണകൂടം. കാരണം എന്താണെന്ന് അറിയാമോ? രാജ്യത്തെ ഏതെങ്കിലും വൻകിട വികസന പ്രശ്നമല്ല, അഴിമതിയല്ല, തമിഴ്നാടൻ അതിർത്തി തർക്കമല്ല. എന്റെ അടുത്ത് നിൽക്കുന്ന നടി തൃഷയെ പറ്റി ഇവൻ വന്ന് എന്തോ ദ്വയാർത്ഥത്തിൽ തമാശ പറഞ്ഞു, അതുകൊണ്ട് എനിക്ക് ഉള്ളിൽ തട്ടി വേദനിച്ചു എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ ഈഗോ. അതെ, സാക്ഷാൽ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയാണ് ഇപ്പോൾ തമിഴകത്തെ തനി തമാശക്കാരനായി മാറ്റിയിരിക്കുന്നത്. അധികാരത്തിൽ കയറിയതിന്റെ ഹുങ്കിൽ നിയമവും കോടതിയും കാറ്റിൽ പറത്തി ഒരു പ്രതിപക്ഷ നേതാവിനെ പൊക്കിയെടുത്ത് പൂട്ടുമ്പോ ഇത് സിനിമയിലെ മാസ് ഹീറോയിസം ആണെന്ന് വിജയ് കരുതുന്നുണ്ടെങ്കിൽ തമിഴ്നാട് രാഷ്ട്രീയം വിജയ്ക്ക് കൊടുക്കാൻ പോകുന്നത് 8ന്റെ പണി തന്നെയാണ്. ഒരു സിനിമാ താരം ഭരണാധികാരി ആയപ്പോ ദ്രാവിഡ മണ്ണിൽ അരങ്ങേറുന്ന ഈ നാണം കെട്ട രാഷ്ട്രീയ കൂത്താട്ടത്തിന്റെ കൃത്യമായ വിവരങ്ങളിലേക്ക് നമുക്ക് ഏതായാലും സംഭവത്തിന്റെ തുടക്കത്തിലേക്കൊന്ന് പോകാം. സ്ഥലം തഞ്ചാവൂരാണ്. കാവേരി വിഷയത്തിൽ വിജയ് സർക്കാരിന്റെ പരാജയത്തിനും കള്ളക്കേസുകൾക്കുമെതിരെ DMK ഒരു കൂറ്റൻ പ്രതിഷേധ റാലി സംഘടിപ്പിക്കുന്നു. പട നയിക്കുന്നത് സാക്ഷാൽ ഉദയനിധി സ്റ്റാലിൻ. മൈക്കും പിടിച്ച് സർക്കാരിന്റെ വീഴ്ചകൾ എണ്ണി പറഞ്ഞ് അയാൾ അലറുകയാണ്. പെട്ടെന്നാണ് സദസ്സിൽ നിന്നും വിപ്ലവകരമായ ചില വികാരങ്ങൾ ഉയർന്നത്. തൃഷ 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 എന്ന് ചില വിരുദ്ധന്മാർ ആർത്തു വിളിക്കുന്നു. നാടിന്റെ കുടിവെള്ള പ്രശ്നം സംസാരിക്കാൻ വന്ന വേദിയിൽ തൃഷയുടെ പേര് കേട്ടതും ഉദയനിധിയുടെ നിയന്ത്രണം പോയി. തനിക്ക് മുന്നിലിരിക്കുന്നത് രാഷ്ട്രീയ ബോധമുള്ള ജനങ്ങളാണോ അതോ തിയേറ്ററിലെ ഫാൻസ് ആണോ എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ ഉദയനിധി ഉടൻ ഒരു ഒന്നൊന്നര പ്രയോഗം കാച്ചി. ഇവിടെ വെള്ളമില്ലെങ്കിലും അവിടെ വെള്ളം എത്തിക്കാൻ വിജയ്ക്ക് നല്ല മിടുക്കാണ്. എന്തൊരു ഉജ്ജ്വലമായ സാംസ്കാരിക പ്രയോഗം! ഒരു രാജ്യത്തെ പ്രതിപക്ഷ നേതാവിന് പറയാൻ പറ്റിയ എന്തൊരു അന്തസ്സുള്ള വർത്തമാനം! ദ്വയാർത്ഥവും അശ്ലീലവും കലർത്തി പൊതുവേദിയിൽ വിളിച്ചു പറയാൻ ഉദയനിധിക്ക് ഒട്ടും നാണമില്ലേ? അമ്മയും പെങ്ങന്മാരും ഉള്ളവർ കേട്ടാൽ തലയിൽ കൈവച്ചു പോകുന്ന തരം തനി തമാശ എന്നൊന്നും വിളിക്കാൻ കൊള്ളില്ല. തൃഷയുടെ പേര് കേട്ടപ്പോൾ വായ തുന്നി ചെറുതാക്കാൻ കഴിയാത്ത ഉദയനിധിയുടെ ഈ വിവരക്കേട് കേട്ട് സദസ്സിലുള്ളവർ പോയിട്ട് BJP-ക്കാർ വരെ ഞെട്ടി. ഇവനെ അറസ്റ്റ് ചെയ്യേ എന്ന TVK-ക്കാരെക്കാൾ ഉച്ചത്തിൽ അവർ അലറാൻ തുടങ്ങി. ശരി, ഉദയനിധി ഒരു വിവരക്കേട് പറഞ്ഞു, ശരിയാണ്. പക്ഷെ ഒരു മുഖ്യമന്ത്രി എന്താണ് ഈ സന്ദർഭത്തിൽ ചെയ്യേണ്ടത്? പക്വതയുള്ള ഒരു ഭരണാധികാരി ആണെങ്കിൽ അവനൊരു വിവരം കേട്ട തമാശ പറഞ്ഞു ജനം അത് തള്ളിക്കളയും എന്ന് കരുതി പുച്ഛിച്ചു തള്ളും. പക്ഷെ നമ്മുടെ വിജയ് സാർ തൃഷയുടെ പേര് കേട്ടാൽ പിന്നെ വിജയിലെ മാസ് ഹീറോയും സുഹൃത്തും ഒക്കെ അങ്ങ് ഉണരും. എന്റെ തൃഷയെ തൊട്ട് കളിക്കുന്നൂടാ എന്ന രീതിയിൽ ആവേശം മൂത്ത് BNS-ലെ സകല വകുപ്പുകളും ചുമത്തി പോലീസിനെ അങ്ങ് അഴിച്ചുവിട്ടു. മുഖ്യമന്ത്രിയെ അപമാനിച്ചു, സ്ത്രീത്വത്തെ അധിക്ഷേപിച്ചു, അശ്ലീല പ്രയോഗം നടത്തി. വാരി വിതറിയ വകുപ്പുകൾക്ക് ഒരു കണക്കുമില്ല. ഇവിടെയാണ് രാഷ്ട്രീയ നാടകത്തിന്റെ ക്ലൈമാക്സ് നടക്കുന്നത്. ഉദയനിധി മുൻകൂട്ടി കണ്ട് കോടതിയെ സമീപിച്ചിരുന്നു. ഉച്ചയ്ക്ക് കേസ് പരിഗണിക്കുന്നത് വരെ അറസ്റ്റിലേക്ക് കടക്കരുത് എന്ന് കോടതി പോലീസിനോട് വാക്കാൽ വ്യക്തമായി പറഞ്ഞു. പക്ഷെ വിജയ്ക്ക് കോടതിയും നിയമവും ഒന്നും ഈ കാര്യത്തിൽ പൊല്ലാണ്. കോടതിയുടെ നിർദ്ദേശം കാറ്റിൽ പറത്തി ചെന്നൈയിലെ വീട്ടിൽ കയറി ഉദയനിധിയെ കസ്റ്റഡിയിലെടുത്തു. തഞ്ചാവൂരിലേക്ക് വണ്ടി കയറ്റി. ഒരു സിനിമയിലെ വില്ലനെ പിടിക്കാൻ പോകുന്നത് പോലെ പോലീസിന്റെ മാസ് എൻട്രി. പിന്നാലെ DMK-യുടെ പടക്കുതിരകൾ ഇരച്ചെത്തുന്നു. ഒരു കാറ് തടയുമ്പോൾ അടുത്ത 10 കാറുകൾ വരുന്നു. സിനിമയിലെ ചേസിംഗ് സീന് തോറ്റുപോകുന്ന ആക്ഷൻ നാടകമാണ് അവിടെ സംഭവിച്ചത്. വിജയ് ഇത് സിനിമയല്ല. വില്ലൻ നായികയെ തെറിവറിയുമ്പോൾ കാറ് പറത്തി വന്ന് അടിച്ച് തകർക്കാൻ ഇത് 3 മണിക്കൂർ തിയേറ്റർ പടമല്ല. ഭരിക്കാനിരുന്നാൽ കുറച്ചൊക്കെ പക്വതയാകാം. ഈ അറസ്റ്റ് കൊണ്ട് വിജയ് എന്താണ് നേടിയത്? ഒരു വൻ രാഷ്ട്രീയ ആത്മഹത്യ. നിയമപരമായി ഈ കേസ് കോടതിയിൽ 5 മിനിറ്റ് തികച്ചു നിൽക്കുവോ? പ്രസംഗത്തിൽ ഉദയനിധി തൃഷ എന്ന പേര് ഔദ്യോഗികമായി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. സദസ്സിലിരുന്ന് ആരോ വിളിച്ചു കൂവി. ഉദയനിധി അതിന് മറുപടി പറഞ്ഞു. കേസ് കോടതിയിൽ എത്തുമ്പോൾ ഉദയനിധിയുടെ വക്കീൽ ചോദിക്കും, എന്റെ കക്ഷി പറഞ്ഞത് ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്നതിൽ വിജയ് സർക്കാരിന്റെ കഴിവുകേടിനെ കുറിച്ചാണ് എന്നാണ്. ഇതിൽ എവിടെയാണ് തൃഷ, എവിടെയാണ് അശ്ലീലത? അതോടെ പോലീസ് നാണം കെട്ട് മൂക്കിൽ വിരല് വെക്കും. നാളെ കോടതി ഉദയനിധി വിട്ടയക്കുമ്പോ ആരുടെ കേസാ തോറ്റത്? പോലീസോ അതോ സാക്ഷാൽ വിജയോ? യഥാർത്ഥത്തിൽ തമിഴ്നാട്ടിൽ വലിയൊരു മാറ്റത്തിന്റെ കാറ്റായിരുന്നു വിജയ്. അഴിമതിയില്ലാത്ത, സ്വജനപക്ഷപാതമില്ലാത്ത ഭരണത്തിലൂടെ വിജയ് തമിഴകം കീഴടക്കുകയായിരുന്നു. പോക്സോ കേസിൽപ്പെട്ട കോൺഗ്രസ് മന്ത്രിയെ പോലും ധൈര്യത്തോടെ പുറത്താക്കാൻ തുനിഞ്ഞൊരു ഭരണാധികാരി. DMK-യും BJP-യും അടക്കമുള്ളവർ വമ്പൻ പാർട്ടികൾ വിജയുടെ ജനപ്രീതിക്ക് മുന്നിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന സമയമായിരുന്നു ഇത്. ആ വിജയാണ് ഇപ്പോൾ ഒരു തമാശ പ്രയോഗത്തിന്റെ പേരിൽ സ്വന്തം സുഹൃത്തിനോടുള്ള അമിതാവേശം കാരണം സ്വയം കുഴി കുഴിച്ചതിലേക്ക് ചാടിയത്. തണുത്തുറഞ്ഞു കിടന്ന DMK പ്രവർത്തകർക്ക് ഊർജം പകർന്നു നൽകാൻ വിജയുടെ ഈ വികാരഭരിതമായ ചാട്ടം കാരണമായി.
അനാവശ്യമായി പ്രതിപക്ഷ നേതാവിനെ അറസ്റ്റ് ചെയ്ത് അയാളെ ജനങ്ങൾക്ക് മുന്നിൽ ഇരയാക്കി മാറ്റി രാഷ്ട്രീയ വീരനാക്കാൻ വിജയുടെ ഈ അവിവേകമല്ലാതെ വേറെന്താണ് കാരണം? നാളെ നിയമസഭ ചേരാനിരിക്കെ ഒരു മുൻകരുതലും ഇല്ലാതെ പ്രതിപക്ഷ നേതാവിനെ ജയിലിലടച്ച വിജയ് എന്ത് സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്? എന്നെയും എന്റെ സുഹൃത്തുക്കളെയും വിമർശിച്ചാൽ ജയിലിലടയ്ക്കുമെന്ന ഫാസിസ്റ്റ് രീതിയാണോ നിങ്ങളുടെ പുതിയ രാഷ്ട്രീയ മോഡൽ? തീർച്ചയായും ഇതൊരു മണ്ടത്തരം തന്നെയാണ്. തൃശ തമിഴ്നാട്ടിലെ ഒരു പൗരൻ മാത്രമാണ്. അവർ നിങ്ങളുടെ നല്ല സുഹൃത്തോ ഭാവിയിലെ നിങ്ങളുടെ രാഷ്ട്രീയ പങ്കാളിയോ എല്ലാം ആയിരിക്കാം. എന്നാൽ അതിന്റെ പേരിൽ ഈഗോ കാണിച്ച് നാടിന്റെ പ്രതിപക്ഷ നേതാവിനെ ജയിലിൽ അടച്ചാൽ അതിന് തിരിച്ചടി അനുഭവിക്കാൻ പോകുന്നത് വിജയ് മാത്രമാണ്. സിനിമയിൽ എത്ര വലിയ സൂപ്പർ സ്റ്റാർ ആയാലും ഭരണത്തിലിരുന്ന് ഇങ്ങനത്തെ വിഡ്ഢിത്തരങ്ങൾ കാണിച്ചാൽ ജനങ്ങൾ രാഷ്ട്രീയത്തിന്റെ തിയേറ്ററിൽ ഫ്ലോപ്പ് ബോർഡ് തൂക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എന്തായാലും നിങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തിൽ തോന്നുന്നത്? ഉദയനിധിയുടെ സംസ്കാരമില്ലാത്ത പ്രസംഗമാണോ അതോ വിജയോട് ഈ വികാരഭരിതമായി വിഡ്ഢിത്തമാണോ കൂടുതൽ വലിയ ദുരന്തം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.